അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഞാൻ എൻ്റെ ബ്രഷ് പെയിൻ്റ് ഒന്ന് പൊടി തട്ടിയെടുത്തു. ഒരു കാലത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ ഒരു ഹോബിയിൽപ്പെട്ടതാണ് പെയിൻറ്റിങ് എന്ന് വെച്ചാൽ. നമ്മൾ മനസ്സറിഞ്ഞ് പെയിൻറ്റ് ചെയ്യുമ്പോൾ നമ്മളെ മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആവും. ഷെൽഫിലുണ്ടായ കളേഴ്സ് എടുത്ത് നോക്കിയപ്പോൾ അതിൽ പകുതിയോളം കട്ട പിടിച്ച് പോയി. ബാക്കിയുള്ളവ വെച്ചിട്ട് എന്തെങ്കിലും ഒന്ന് പെയിൻറ്റ് ചെയ്യാമെന്നാണ് മനസ്സിലൊരാഗ്രഹം. വീട്ടിൽ പൂത്ത് നിൽക്കുന്ന കടലാസ് പൂ കുറേ നാളായി എൻ്റെ മൈൻഡിൽ തന്നെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു കടലാസ് പൂ തന്നെ വരക്കാം. ഞാനിവിടെ യൂസ് ചെയ്തത് ആക്രിലിക്കിൻ്റെ കളേഴ്സാണ്. ക്യാൻവാസ് എൻ്റെ വീട്ടിൽ പണ്ടേ സ്റ്റോക്ക് ഉണ്ടായതാണ്. അപ്പോൾ അതൊക്കെ എടുത്തിട്ടാണ് ഞാൻ ഈ വരയ്ക്കുന്നത്. ഒരുപാട് കാലം പെയിൻറ്റ് ചെയ്യാണ്ടെന്നുകൊണ്ട് എൻ്റെ കൈയൊന്നും അങ്ങനെ സ്മൂത്ത് ആവുന്നില്ല. പിന്നെ പെയിൻറ്റിൻ്റെ എക്സ്പയർ ഡേറ്റ് കഴിഞ്ഞുകൊണ്ട് അതും അത്ര സ്മൂത്ത് അല്ല. ഇതുപോലുള്ള ലാൻഡ്സ്കേപ്പൊക്കെ വരയ്ക്കുമ്പോൾ ഇപ്പോൾ ബേസ് ആയിട്ട് ഡാർക്ക് ഷെയ്ഡാണ് കൊടുക്കേണ്ടത്. അതായത് ഡാർക്ക് ഗ്രീൻ, ബ്ലാക്ക്, അതുപോലെ പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ലൈറ്റ് കളേഴ്സ് കൊണ്ടുവരാം. അപ്പോൾ അങ്ങനെയാണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത്. പിന്നെ കടലാസ് പൂ ഒരു ചുവന്ന കടലാസ് പൂണ് ഞാൻ ഉദ്ദേശിച്ചത്. ഏകദേശം അതുപോലെയാക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതുപോലെയുള്ള ഡബിൾ ഷെയ്ഡായിട്ട് ബാക്ക്ഗ്രൗണ്ട് നമ്മൾ വരയ്ക്കുമ്പോൾ നമുക്ക് കളർ നല്ലോണം ബ്ലെൻഡ് ആവണം. അതിനുള്ളൊരു ടിപ്സാണ് ക്യാൻവാസ് ആദ്യം തന്നെ വെള്ളം കൊണ്ട് തുടച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് നല്ല കളർ ബ്ലെൻഡ് ആവും. ഇതാണ് ഫൈനൽ റിസൾട്ട്. എങ്ങനെയുണ്ട്? സെറ്റല്ലേ? ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. എന്നിട്ട് നമ്മളെല്ലാം ഒന്ന് സപ്പോർട്ട് ചെയ്യ്.